അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. എല്ലാവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഫിഖ്ഹ് ക്ലാസിന്റെ 7ാമത്തെ ക്ലാസ് ആണിന്ന്. നിസ്കാരത്തിൽ മറന്ന് ചില കാര്യങ്ങൾ സംഭവിച്ചാൽ അതിന്റെ മസ്അലയാണ് ഇന്ന് പറയാൻ പോകുന്നത്. മനുഷ്യൻ എന്നുള്ള വാക്കിന്റെ അറബിയിൽ പറയുന്നത് ഇൻസാൻ എന്നാണ്. ഇൻസാൻ എന്നുള്ള വാക്കുണ്ടായത് നിസിയാൻ മറതി എന്നതിൽ നിന്നാണ് നിഷ്പന്നിച്ചുണ്ടായതാണ് എന്നാണ് അഭിപ്രായം. മറതി സംഭവിച്ചില്ലെങ്കിൽ നാം ഇവിടെ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. സയ്യിദുന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സ്വർഗത്തിൽ ഈ നിശ്ചിത കനി പറിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആ എഗ്രിമെന്റ്, കരാറ്, ആ ഓർമ്മപ്പെടുത്തല് ആദിമ മനുഷ്യനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മറന്നുപോയി കനി പറിച്ചു, ഭക്ഷിച്ചു. അങ്ങനെയാണ് നാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നതും ഇവിടെ പ്രത്യുൽപാദനം നടക്കുന്നതും മനുഷ്യരും ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. മറതി കാരണത്താൽ എത്ര എത്ര നഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. ജീവൻ ചിലപ്പോ പോകാറുണ്ട് മറതി കാരണത്താൽ. കാറിൽ ഇരുത്തിയ കുട്ടിയെ എടുക്കാൻ മറന്നുപോയി ഊട്ടി പോന്നപ്പോൾ തിരിച്ച് പർച്ചേസ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കുട്ടി കാറിൽ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുകയാണ്. ഒരു നിമിഷത്തെ മറതി കൊണ്ട് ഫ്ലൈറ്റ് പോയി. ആ സമയത്ത് പതിനായിരങ്ങളാണ് അതിന് നഷ്ടം വഹിക്കേണ്ടി വരുന്നത്. അതേപോലെ തന്നെ മറതി കാരണത്താൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. കുടുംബ ബന്ധത്തിൽ വരെ വിള്ളലുകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ആരാധനയിൽ മറതി സംഭവിച്ചാൽ എല്ലാം ഒരേ അവസ്ഥയിലല്ല. നിസ്കാരത്തിൽ ചെയ്യേണ്ട, ചൊല്ലേണ്ട കാര്യങ്ങൾ നിർബന്ധമായുണ്ട്. അത് മറന്നുപോയാൽ പരിഹരിക്കാൻ യാതൊരു മാർഗവുമില്ല. സുന്നത്തായ കാര്യങ്ങളുണ്ട്. അതിൽ സുന്നത്ത് തന്നെ 2 സുന്നത്ത്, ഹൈആത്ത് സുന്നത്ത്, അബ്ഗാദ് സുന്നത്ത്. ഈ അബ്ഗാദ് സുന്നത്ത് എന്ന് പറഞ്ഞ വിഭാഗത്തിനെ മറന്നുപോയാൽ നിസ്കരിച്ചു സലാം വീട്ടുന്നതിന്റെ മുമ്പായി 2 സുജൂദ് കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റും. അതിനാണ് സഹ്വിന്റെ സുജൂദ് എന്ന് പറയുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ളുഹ്ർ 5 റക്അത്ത് നിസ്കരിച്ചു. അപ്പോൾ അവിടുന്ന് സഹ്വിന്റെ സുജൂദ് ചെയ്തു, ആ വിഷയത്തെ പരിഹരിച്ചു. എന്നാൽ അബ്ഗാദ് സുന്നത്ത് നിസ്കാരത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. ഒന്ന്, ആദ്യത്തെ അത്തഹിയാത്ത്, അതിനുശേഷമുള്ള സ്വലാത്ത്. രണ്ടാമത്തത് കുനൂത്ത്, സുബഹിയിൽ ഓതുന്ന കുനൂത്ത്, അല്ലെങ്കിൽ റമദാനിന്റെ അവസാനത്തെ ഭാഗം വിത്റിൽ ഓതുന്ന കുനൂത്ത്, അത് അവയുടെ ശേഷമുള്ള സ്വലാത്ത്. ഇതൊക്കെ മറന്നു പോവുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ചെല്ലിയോ ഇല്ല എന്ന് സംശയം വരികയോ ഒക്കെ ചെയ്താൽ സലാം വീട്ടുന്നതിന് മുമ്പ് 2 സുജൂദ് കൊണ്ട് പരിഹരിക്കാൻ പറ്റും. അതേപോലെ തന്നെ നിസ്കാരത്തിൽ മറന്ന് ചെയ്താൽ ബാത്തിലാവുകയില്ല, കരുതി കൂട്ടി ചെയ്താൽ ബാത്തിലാകും. അങ്ങനെ ചില കാര്യങ്ങൾ സംഭവിച്ചു പോയാലും സഹ്വിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കും. എന്നാൽ കൂടുതൽ സംസാരം മറന്ന് ചെയ്തു പോയാലും ബാത്തിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് കൂടുതൽ സംസാരം, അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറന്ന് സംസാരിച്ചാൽ പോലും നിസ്കാരം ബാത്തിലാകും. കൂടുതലും കുറവും എങ്ങനെയാണ് കണക്കാക്കുക, അതിന്റെ മാനദണ്ഡം എങ്ങനെയാണെന്ന് പണ്ഡിതന്മാർ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹ്ർ നിസ്കരിച്ച് 2 റക്അത്തിൽ സലാം വീട്ടിപ്പോയി. മുമ്പിലെ സഫിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബന്ധപ്പെട്ട പ്രമുഖരായ ആളുകളുണ്ട്. എന്നാൽ ബാക്കിൽ നിന്ന് ദുൽയദൈനി എന്ന് പറഞ്ഞൊരു സഹാബി ഉടനെ തന്നെ സലാം വീട്ടി ഉടനെ ചോദിച്ചു, അക്കുസിറത്ത് സലാത്ത് അം നസീത യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുവനന്തപുരത്തിലെ നിസ്കാരം ചുരുക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ തങ്ങൾ മറന്നുപോയതാണോ? അവിടുന്ന് പറഞ്ഞു, കുല്ലു ദാലിക്കലം യകുൻ, രണ്ടും ഉണ്ടായിട്ടില്ല. എന്നാ സഹാബത്തിനോട് ചോദിച്ചു, പ്രമുഖ സഹാബത്തിനോട്, ആ സ്വതക്ക ദുല്യതയിൽ പറഞ്ഞത് സത്യമാണോ? അപ്പൊ ആളുകൾ പറഞ്ഞു, കാലു ബല, അതെ എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കി ഭാഗം അള്ളാഹുവിന്റെ റസൂൽ 2 റക്അത്തും കൂടെ നിസ്കരിച്ച് സലാം വീട്ടി. അപ്പൊ ഇത്രയും നടന്ന സംസാരം ഇതുവരെ പൊറുക്കപ്പെടും. അതിനപ്പുറം നീണ്ടുപോയാൽ പൊറുക്കപ്പെടുകയില്ല. മറന്ന് സംസാരിച്ചാലും ബാത്തിലാകുമെന്നാണ് പണ്ഡിത വിഭാഗത്തിന്റെ ഒരുവിധ കാഴ്ചപ്പാട്. ഏതോട്ടെ, മറന്ന് സംഭവിച്ചു. ഇനി റക്അത്തിന്റെ എണ്ണത്തിൽ സംശയമായാൽ 3 റക്അത്താണോ ഞാൻ നിസ്കരിച്ചത്, 4 റക്അത്താണോ എന്ന് സംശയിച്ചാൽ 3 ആണെന്ന് വെച്ച് 4ാമത്തെ റക്അത്ത് കൊണ്ടുവരും. അപ്പൊ ഒരു പക്ഷേ നേരത്തെ നിസ്കരിച്ചത് 4 ആണെങ്കിൽ ഇത് 5 ആവാൻ സാധ്യതയുണ്ട്. ഈ സാധ്യതക്കും സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. സഹ്വിന്റെ സുജൂദ് അത്തഹിയാത്ത്
ഓതി അങ്ങനെ സുജൂദ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ അത്തഹിയാത്തിൽ ഇരിക്കേണ്ടത് ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരുന്നു. അത്തഹിയാത്ത് ഓതി കഴിഞ്ഞു. സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും ഇമാമും ഞാൻ സഹുവിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. എന്നിട്ട് സുജൂദ് ചെയ്യുക. സാധാരണ ചെയ്യുന്നത് പോലെ രണ്ട് സുജൂദിന്റെ ഇടയിൽ ഇരുത്താം. എന്നിട്ട് അതിൽ ചൊല്ലേണ്ടതും പറയേണ്ടതും ഒക്കെ അങ്ങനെ തന്നെയാണ്. മറ്റുള്ള സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലും ചൊല്ലേണ്ടത് തന്നെയാണ് ചൊല്ലേണ്ടത്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇതൊരു മറതി സംഭവിച്ചാലുള്ള സുജൂദാണല്ലോ, അതുകൊണ്ട് ഈ ദിക്റാണ് ഏറ്റവും നല്ലത്. സുബ്ഹാനമൽ ലാ യനാമു വലാ യസ്കു, മറവിയും അതേപോലെ തന്നെ ഒന്നും തെറ്റുകളൊന്നും സംഭവിക്കാത്ത അള്ളാഹുവിന്റെ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞ് വാഴ്ത്തലാണ് ആ സഹബിന്റെ സുജൂദിൽ ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞവരുണ്ട്. ഏതോ അട്ടനി സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന് സാദാ സുജൂദിൽ പറയുന്നത് പറഞ്ഞാലും മതി. ഏതോ ആവട്ടെ, ഇമാമാണെങ്കിൽ പിന്നെ അയാൾ കരുതണം ഞാൻ സഹബിന്റെ സുജൂദ് ചെയ്യുന്നു. മഹ്മൂബ് എന്നാൽ പ്രത്യേകം കരുതേണ്ട ഇമാമിനോടൊപ്പം സുജൂദ് പോയാൽ മതി. ഈ ഇമാമിന് മറതി സംഭവിച്ചു, ഇമാമ് സുജൂദ് ചെയ്തിട്ടില്ലെങ്കിലും മഹ്മൂബിന് സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. മഹ്മൂബിന്റെ മറതി സംഭവിച്ചു തുടർച്ച സമയത്ത്, എന്നാൽ അത് ഇമാമ് വഹിച്ചുകൊള്ളും. ഒരിക്കലും മഹ്മൂബ് സുജൂദ് ചെയ്യേണ്ടതില്ല. ഇതാണ് സഹബിന്റെ സുജൂദ്. മറതി മനുഷ്യന്റെ അളവിൽ പറഞ്ഞതാണ്. എല്ലാ വലിയ ആളുകൾക്കും മറതി സംഭവിക്കും. ഈ കാര്യങ്ങളൊക്കെയും പരിഹരിക്കാൻ പറ്റും സഹബിന്റെ സുജൂദ് കൊണ്ട്. ഇനി ഒരു സംശയം, സഹബിന്റെ സുജൂദ് മറന്നുപോയാലോ? ഒരു കുഴപ്പവുമില്ല, നിസ്കാരത്തിന് തകരാറുള്ളത്. ആ സുന്നത്ത് എടുത്ത പ്രതിഫലം ലഭിക്കുകയില്ല എന്നേ ഉള്ളൂ. അതിനാൽ ബേജാറാകേണ്ട കാര്യങ്ങളൊന്നുമില്ല. സൂക്ഷ്മമായി നിസ്കരിക്കുവാനും ഇബാദത്ത് ചെയ്യുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളൊക്കെ നമ്മുടെ ആരാധനയിൽ വന്നു പോയിട്ടുണ്ടാകും. അള്ളാഹു നമുക്ക് പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.